എല്ലാ ഫാമിലിയിലും കാണും ആ ഒരാൾ ലൈക്ക് ഓക്കെ ഇനഫ് ഞാൻ ഇനി മാറാൻ പോവാണ് ലൈഫിൽ, ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ഹെൽത്ത് ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ പോവാന്ന് പറയുന്ന ആ ഒരാളുണ്ടാവും. ആൻഡ് ആദ്യം എല്ലാവരും നോക്കി ചിരിക്കും, കളിയാക്കും, നിനക്ക് എന്താ പെട്ടെന്ന് പറ്റിയെന്ന് പറഞ്ഞ് കളിയാക്കും. മെല്ലനെ മെല്ലനെ ഒബ്സർവ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ തന്നെ ചോദിക്കും എങ്ങനെയാ ഇത് സാധിച്ചെടുത്തത് എന്ന് ചോദിക്കും. ആൻഡ് ആ അങ്ങനെ ഉള്ള ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തത്. ആൻഡ് ആ ഒരാൾക്ക് ഒരു ഫാമിലിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഇമ്പാക്ട് എന്താന്നുള്ളത് വളരെ സിംപ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. സോ വെൽക്കം ടു പവർ ഓഫ് സെൽഫ് ആൻഡ് ടു ഗെറ്റ് അനദർ എപ്പിസോഡ്. ഈ ഒരാള് ഡിസൈഡ് ചെയ്യും പെട്ടെന്ന് ലൈക്ക് എനിക്ക് ഹെൽത്ത് നോക്കണം, സോ ഞാൻ ഇന്ന് തൊട്ട് ഫ്രൈഡ് ഫുഡ് കഴിക്കുന്നില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഷുഗർ ഇൻടേക്ക്, റിഫൈൻഡ് ഷുഗർ ഇൻടേക്ക് ഞാൻ കുറയ്ക്കുന്നു, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ നടന്നു തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഡിസൈഡ് ചെയ്യുന്നു. ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് എന്തിനാ നീ പെട്ടെന്ന് ഇങ്ങനെ ഇതാവുന്നത്, ഇത്ര സ്ട്രിക്റ്റ് ആവുന്നത് എന്തിനാ, ഇത്ര ഒബ്സസ്ഡ് ആവുന്നത് എന്തിനാണ്, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ചിൽ, വല്ലപ്പോഴും ഇങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ. പക്ഷെ അതിനെയൊക്കെ നോ പറഞ്ഞ് പവർഫുൾ നോ പറഞ്ഞ് ഇല്ല ഞാൻ ശ്രദ്ധിക്കാൻ പോവാണ്. ആൻഡ് മേ ബി ആള് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു വീട്ടില് ചിലപ്പോൾ ഒരു ഫാദറോ മദറോ വയ്യാതിരിക്കാം, അവര് ചേഞ്ച് വരുന്നില്ല, അവര് ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരാളായിരിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹെൽത്തിനെ ഒന്ന് നോർമലി കൊണ്ടുവരാൻ നോക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു എഫേർട്ട് എടുക്കും. ഓക്കെ, ആൻഡ് ആദ്യം ഇങ്ങനെ കളിയാക്കും, പക്ഷെ മെല്ലനെ ദിൽ സ്റ്റാർട്ട് ടു സീ ദ റിസൾട്ട്സ്. ലൈക്ക് മൂഡ് നന്നായി തുടങ്ങുന്നു, എനർജി നന്നായി തുടങ്ങുന്നു, ഹെൽത്ത് അടിപൊളിയാവുന്നു, ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കണ്ടിങ്ങനെ തുടങ്ങി വരുമ്പം ഇവരെന്നെ ചോദിക്കുന്നു എന്താ ഇതിന്റെ സീക്രട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ചിലർ ചോദിക്കും സ്കിൻ അടിപൊളിയായിരിക്കുന്നല്ലോ എന്താ അതിന്റെ സീക്രട്ട്, ഇല്ലെങ്കിൽ നീ ഭയങ്കര ചിരിച്ച് ഭയങ്കര എനർജിയുടെ റീസൺ എന്താ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഒന്നുമില്ല, നമ്മൾ ഓരോന്ന് ആരോഗ്യം, ഞാൻ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഇല്ലേ, അതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അറിയാണ്ടൊരു ഭംഗി ആ ഉള്ളിന്ന് വരും, ആ ഒരു കോൺഫിഡൻസ് വരും, മനസ്സിലായില്ലേ? ആൻഡ് ദെൻ ഹാപ്പൻസ് റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു അമ്മ നടക്കാൻ തുടങ്ങുന്നു, കൂടെ മോള് ജോയിൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അച്ഛൻ ചായയിൽ റിഫൈൻഡ് ഷുഗർ ഇടുന്ന നിർത്തുന്നു, അത് മോൻ കണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരു ബ്രദർ നടക്കാൻ തുടങ്ങുന്നു, അത് വീട്ടിൽ ഒരു മൂവ്മെന്റോ ആക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ സിസ്റ്റർ കൂടെ ജോയിൻ ചെയ്യുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ആരെയും ഉപദേശിക്കുകയല്ല, പകരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മെല്ലനെ നമുക്ക് വരുന്ന ചേഞ്ചസ് ഒബ്സർവ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആൻഡ് മെല്ലനെ ഒരു എന്താ പറയാ, ചായയും പൊരിച്ച കടികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ വൈകുന്നേരം അവിടെ ഗ്രീൻ ടീ ആവണോ, ഇല്ലെങ്കിൽ ഷുഗർ ഇടാണ്ട് ഒരു ചായ കുടിക്കുന്നു, ഇല്ലെങ്കിൽ ഫ്രൂട്ട് ബൗൾസ് അല്ലെങ്കിൽ ഹെൽത്തി സ്നാക്സ് ഒക്കെ കൊണ്ട് കഴിക്കുന്നു. ആൻഡ് വീക്കെൻഡ് മോർണിംഗ്സ് ഒക്കെ കടന്ന് ഫുൾ ടൈം ഉറങ്ങുന്നതിന് പകരം രാവിലെ ഏർലി മോർണിംഗ് വാക്ക് ഇല്ലെങ്കിൽ സം സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. എന്താ പറയുക, പാക്കേജ് ഫ്രോസൺ ഫുഡിന് പകരം ഒരു ഫാമിലി ഒരുമിച്ചിരുന്ന് മീൽ പ്രെപ്പ് ഒക്കെ ചെയ്ത് ഓക്കെ ഹെൽത്തി ഫുഡ്, നമുക്ക് സമയമില്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ മീൽ പ്രെപ്പ് ചെയ്ത് വെച്ച് കഴിക്കാം എന്നൊക്കെ പറയുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അങ്ങനത്തെ ഒരു ലൈഫിൽ മാറുന്നത് അല്ലേ? ആൻഡ് ആ ഒരാൾ കാരണം മെല്ലെ ചെറിയ ചേഞ്ചസ് കാരണം അങ്ങനെ ഫാദറിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നു, മദറിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നു, സിസ്റ്ററിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നു, ബ്രദറിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നു. ഹെൽത്ത് എന്നെ കൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, എൻ്റെ ബോഡി ഇങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ പണ്ടോട്ടേന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മെല്ലനെ ചേഞ്ചസ് ഉണ്ടെന്ന് ഒരു ഫാമിലി ഫുൾ ഭയങ്കര എന്താ പറയാ ബ്യൂട്ടിഫുൾ ഹെൽത്തി ഒരു ഫാമിലി ആവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഒരു ഡെയിലി പാർട്ട് ഓഫ് ദെയർ റുട്ടീനായി മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ആ ഒരു കാര്യം സംഭവിച്ചത് ആ ഒരാളുടെ ചേഞ്ച് കാരണമാണ്. ആൻഡ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അങ്ങനത്തെ ഒരാളുണ്ട്, നിങ്ങളൊരു തുടക്കം ഇട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ദാറ്റ്, ബിക്കോസ് യു ആർ ബിക്കമിങ് സംതിങ് റിയലി പവർഫുൾ. ഒരു അടിപൊളി ചേഞ്ചിന് ഒരു തുടക്കമാവുകയാണ് നിങ്ങൾ നിങ്ങളെയും നന്നാക്കണു, നിങ്ങളുടെ കൂടെ എല്ലാ ആൾക്കാരെയും നിങ്ങൾ ഉപദേശിക്കാണ്ട്, ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും പറയണ്ട, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻ്റായി ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായി തോന്നും. തുടക്കത്തിൽ നമ്മളെ കളിയാക്കി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും ഒബ്സഷൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നു, നമ്മളെ കൂടെ തുടങ്ങുന്നു, അടിപൊളി ഒരു ഹെൽത്തി സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യണു അല്ലേ? ശരിയാണ്, ഈ പറയുന്ന ഈ സംഭവങ്ങൾ ഡെയിലി ചെയ്ത് വരിക എന്ന് പറയുന്നത് ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഏതൊരു നല്ല കാര്യവും ബോറിങ് തന്നെയാണ്. നല്ല കാര്യത്തിലെത്താൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് കൺസിസ്റ്റൻ്റായി കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഹരമുണ്ട്, അറിയോ? ഇത് ചെയ്തില്ലെങ്കിൽ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വരുന്ന ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജ് അടിപൊളിയാണ്. വൺസ് അഗെയിൻ, നിങ്ങൾ ഈ കാണുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഫാദർ മദർ ഇല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, ആർക്കും ഒരു ചേഞ്ച് നിങ്ങൾ കാരണം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എ ബിഗ് സല്യൂട്ട് ടു യു. സോ
നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ അങ്ങനത്തെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്, എന്ത് സൂപ്പർ ആയിരിക്കും, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ് മൈ പവർ ഫാം. ഇതൊരു പേഴ്സണൽ, ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സംഭവം. സോ അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം വൺസ് അഗെയിൻ, ബി ദാറ്റ് ചേഞ്ച്, ബി ദാറ്റ് വൺ പേഴ്സൺ ഫോർ യുവർ ഫാമിലി ആൻഡ് ബി ദാറ്റ് പവർ. ആൻഡ് that's what Power of Self is about. So stay tuned for next episode. Thank you. Bye.